മതമാണ് പ്രശ്നം എന്ന് ഒരു MLA പ്രസംഗിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറിയില്ലേ? ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ മതം തന്നെയാണ്. ഇതേ ആൾക്കാരാണ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സംഘപരിവാറും RSSഉം BJP ഇവര് പച്ചയായിട്ട് വർഗീയത പറയുന്ന ആളുകളാണ്. ഇവ അല്പം കൂടി ചരിത്രം പഠിക്കണം. ഇന്ത്യ മഹാരാജ്യം മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട രാഷ്ട്രമാണ്. അത് ആദ്യം പഠിക്കണം. മതത്തിന്റെ പേരിൽ കോടിക്കണക്കിന് മനുഷ്യരെ തെരുവിൽ കുരുതി ചെയ്ത ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഒന്ന്. രണ്ട്, അന്ന് ഇവിടെ BJP RSS ഒന്നും അല്ല ഭരിക്കുന്നത്. രണ്ട്, ഷാബാനു കേസ് എന്ന് പറയുന്നൊരു കേസ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായതിനു ശേഷമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇത്രയേറെ മതവൽക്കരിക്കപ്പെട്ടത്. ഷാബാനു എന്ന് പറയുന്ന സ്ത്രീക്ക് ഭർത്താവ് ജീവനാംശം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ അതിനെതിരെ നിയമനിർമ്മാണം നടത്തിയ ആളുടെ പേര് രാജീവ് ഗാന്ധി എന്നാണ്. വിദ്യാർത്ഥികളെ വർഗീയപരമായിട്ട് കാവ്യവൽക്കരിക്കാൻ കൂട്ടുനിൽക്കുന്നത് ഇവിടുത്തെ സർക്കാർ. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇവർ ഈ പറയുന്നത് പോലെ ഈ ശിവൻകുട്ടി ഒപ്പിട്ടപ്പോഴല്ല PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പായത്. PM ശ്രീ പദ്ധതി ഓൾറെഡി കേരളത്തിൽ നടപ്പായിട്ടുണ്ട്. ശ്രീകണ്ഠ സാറിന് അറിയാം. 5 KV സ്കൂളുകളുണ്ട് അല്ലെ? അതിൽ പട്ടം KV എന്നുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ കേന്ദ്രീയ വിദ്യാലയമാണ്. CPM-കാരുടെ മക്കൾ അവിടെ പഠിക്കുന്നില്ലേ? കോൺഗ്രസ്സുകാരുടെ മക്കൾ അവിടെ പഠിക്കുന്നില്ലേ? അവിടെ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ട് 2 വർഷമായി. അതല്ല ഉദ്ദേശം. ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 കുട്ടികളെയും പച്ചനെ കത്തിച്ചു. തൊട്ടടുത്ത ദശാബ്ദത്തിൽ കാന്ധമാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്വാമി ലക്ഷ്മണാനന്ദ, അദ്ദേഹം 80 വയസ്സുള്ള ഒരു സ്വാമി, ആ സ്വാമിയുടെ കൂടെ ഉള്ള അംഗരക്ഷകൻ ഒരു രാത്രി കാണുന്നില്ല. പിറ്റേന്ന് സ്വാമി മരിച്ചതായി കണ്ടു. മനോഹരമായ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ലക്ഷ്മണാനന്ദ എന്ന് പറയുന്ന അംഗരക്ഷകരെ കാണാതെ പിറ്റേ അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടും. ലക്ഷ്മണാനന്ദ സരസ്വതി 2008 കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 4 അംഗരക്ഷകരെ AK-47 റൈഫിൾ ഉപയോഗിച്ച് വെടിവെച്ചു കൊന്നു. 4 പെൺകുട്ടികളെ കൊന്നു. 2009 ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെടുന്നു. ഇത് ഇദ്ദേഹം പറഞ്ഞ കേട്ടാ എന്താ വിചാരിക്കുന്നത്? എന്താ? ആദ്യം ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നു, പിന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്ത് ഇവിടെ വന്നിരുന്നിട്ട് വർഗീയത ആളിക്ക് കത്തിക്കരുത്. 2008 ലക്ഷ്മണാനന്ദ കൊല്ലപ്പെടുന്നു, 2009 ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലം. എന്താ അത് പറയാത്ത? എന്താ? ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ട 2008 2009 ഗ്രഹാം സ്റ്റെയിൻസ്. രണ്ടായാലും കൊലപാതകമാണെന്ന് പറയാതെ സെലക്റ്റീവായിട്ട് പറയുന്നത് ആ മതേതരത്വം മടക്കി നാളെ കൈവച്ചാൽ മതി. ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റ് ആയത് ഗാന്ധിയും നെഹ്റുവും ഉണ്ടായത് കൊണ്ടാണ്. ഒരിക്കലും അല്ല. 74-75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയുടെ മറവിൽ എഴുതി ചേർത്ത വാക്കാണല്ലോ. നെഹ്റു മരിച്ചതിന് ശേഷം ആണ് സെക്യുലർ എന്ന വാക്ക് പോലും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് 25 RSS ഉണ്ടായത്. 921 മലബാർ കലാപം ഉണ്ടായത്. ദുരവസ്ഥ വായിക്കണം കുമാരനാശാന്റെ, അപ്പൊ മനസ്സിലാവും. എല്ലായിടത്തും എല്ലാ കാലത്തും വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഇന്ത്യയിൽ എല്ലാ വർഷവും എല്ലാ സാറ് പറയും. തെറ്റാണത്. അല്ല, അങ്ങക്ക് എല്ലാവരും അങ്ങ് പറഞ്ഞോളൂ. അല്ലെന്ന് ഞാൻ അല്ലെങ്കിൽ നാളെ ആവട്ടെ. നിങ്ങൾ എന്നെ പറയൂ. അല്ല പറയൂ, നിങ്ങൾ പറയൂ. 2045 ശേഷം ഇന്ത്യയിൽ കലാപം ഉണ്ടായിട്ടില്ല. അല്ല, ഏതൊക്കെ നിങ്ങൾ ആദ്യം ഇന്ത്യയുടെ ചരിത്രം ഒന്ന് പഠിച്ചിട്ട് വരും പ്ലീസ്. അല്ലല്ല, പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയ്ക്ക് മറുപടി പറയാൻ ഞാൻ ആളല്ല. ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന കലാപങ്ങൾ 2014 ശേഷവും 2014 മുൻപും എന്ന് വർഗീകരിച്ച് ഈ കാണുന്ന പ്രബുദ്ധരായ പ്രേക്ഷകർ പഠിക്കട്ടെ. ഇയാളുടെ വിവരക്കേടിന് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. 2014 ശേഷമുള്ള കലാപങ്ങളിലൂടെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുകയും ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ള എവിടെയാണ് ഹിന്ദു രാഷ്ട്രമാക്കുന്നത് അജണ്ടയാണ്. അല്ല, RSS എവിടെയെങ്കിലും ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കി ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കാം ഈ നാട്ടിലെ. ഇനി മിയുടെ അറിവിലേക്ക് പറയാം, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്നാണ് ഞങ്ങളുടെ നിലപാട്. അസന്നിഗ്ധമായ നിലപാട് അതാണ്.